ഹായ് എവരി വൺ. ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ എഗ്ഗ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പറയുന്നു. കുറച്ച് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി അല്ലി, കറിവേപ്പില, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മസാലകൾ കൂടെ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു. തിളച്ചപ്പോൾ നമ്മൾ കടുകിടുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് ഈ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇടുന്നു. അതൊന്ന് ഫ്രൈ ആകാൻ വേണ്ടി നമ്മൾ ഒരു സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്കങ്ങ് തൂവി കൊടുക്കുന്നു. ഇപ്പോൾ എളുപ്പമൊന്ന് ഫ്രൈ ആയി കിട്ടും. കറിക്ക് ആവശ്യമുള്ള ഉപ്പങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട, ഒരു കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു കുറച്ച് ഈ പരുവൊന്നായാൽ മതി. മസാലകൾ ചേർക്കുകയാണ്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്നത് 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് ചിക്കൻ മസാലയുമാണ്. ഇത്രയും ചേർത്ത് നമ്മൾ ഇതൊന്ന് ചൂടാക്കുന്നു. ആ ചട്ടിയിലെ ചൂട് മതി. ഒരുപാട് സിമ്മിലേക്കിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോകരുത്. ഇങ്ങനെയൊന്ന് ഫ്രൈ ഒന്ന് ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയാൽ മതി. ഇങ്ങനെയൊന്ന് ഇട്ടിട്ട് നമ്മൾ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. മല്ലിയില വേണമെന്നുള്ളവർക്ക് മല്ലിയില ഇടാം. ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമില്ല, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ പുഴുങ്ങി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് ഈ മസാലയിലേക്ക് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് ഇഞ്ചിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, വെളുത്തുള്ളി മാത്രം ചേർത്തിട്ടുള്ളൂ. വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും മാത്രം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഈസി മെത്തേഡാണ്. ബാച്ചിലേഴ്സിനും തനിയെ കുക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. എരിവ് ആവശ്യമുള്ളവർക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ. വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിന് വെള്ളമൊന്നും ചേർക്കാത്ത എഗ്ഗ് റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.